ICICI Prudential AMC അവരുടെ IPO അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കമ്പനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കമ്പനി ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള സെക്കൻഡ് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ICICI Prudential AMC. ICICI ബാങ്കിന്റെയും Prudential കോർപ്പറേഷന്റെ ഒരു ജോയിന്റ് വെഞ്ചർ ആണ് കമ്പനി. അതായത് നമുക്ക് പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ICICI ബാങ്ക് 51% ഹോൾഡ് ചെയ്യുന്നത്, ബാലൻസ് വരുന്ന 49% Prudential കോർപ്പറേഷൻ ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. 24 ഏഷ്യൻ ആൻഡ് ആഫ്രിക്കൻ മാർക്കറ്റിൽ നോക്കുമ്പോഴത്തേനും 1.8 കോടി കസ്റ്റമേഴ്സ് ആണ് കമ്പനിക്ക് ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് ഫീൽഡിൽ തന്നെ സെക്ടറിൽ തന്നെ ഉള്ളത്. കമ്പനിയുടെ ടോട്ടൽ മ്യൂച്വൽ ഫണ്ട് അസറ്റ് നോക്കുവാണെങ്കിൽ 10.14 ലക്ഷം കോടിയാണ് വരുന്നത്. അതുപോലെ തന്നെ 1.5 കോടി കസ്റ്റമേഴ്സ് ആണ് അവർക്ക് മ്യൂച്വൽ ഫണ്ടിലുള്ളത്. മ്യൂച്വൽ ഫണ്ടിൽ 143 സ്കീമുകളാണുള്ളത്. അതിൽ 44 ഇക്വിറ്റി ആൻഡ് ഇക്വിറ്റി ഓറിയന്റഡ് സ്കീമും 20 ഡെപ്റ്റ് സ്കീംസും 61 പാസീവ് സ്കീംസും 15 ഡൊമസ്റ്റിക് ഫണ്ട് ആൻഡ് ഓഫ് ഫണ്ട് സ്കീമുകളുമാണ് വരുന്നത്. അതുപോലെ തന്നെ വേറെ സ്കീമുകളുമാണ് കമ്പനിക്ക് മ്യൂച്വൽ ഫണ്ടിലുള്ളത്. കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇഷ്യൂ സൈസ് വരുന്ന 10,602 കോടിയാണ്. IPO ടൈപ്പ് വരുന്ന മെയിൻ ബോർഡാണ്, ലാർജ് സ്കെയിൽ കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് നോക്കുവാണെങ്കിൽ 1,07,006 കോടിയാണ് വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 2,061 തൊട്ട് 2,165 രൂപ വരെയാണ്. റവന്യൂ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 4,977 കോടിയാണ്. ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ 6 ഷെയർസ് ആണ്. കമ്പനിയുടെ 3 വർഷത്തെ CAGR ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ 32.45%. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് 12,366 രൂപയാണ്. പ്രീ അപ്ലൈ ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ബിഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് December 12-നാണ്. ബിഡിംഗ് എൻഡ് ചെയ്യുന്നത് December 16-നാണ്. അലോട്ട്മെന്റ് ഫൈനലൈസേഷൻ ഡേറ്റ് വരുന്നത് December 17-ആണ്. റിലീസ് ഓഫ് ഫണ്ട് ഡേറ്റ് വരുന്നത് December 18-ആണ്. അതുപോലെ ഡിമാറ്റ് ട്രാൻസ്ഫർ ഡേറ്റും വരുന്നത് December 18-ആണ്. കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്യുന്നത് December 19-നാണ്. കമ്പനിയുടെ 3 വർഷത്തെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ റവന്യൂ നമുക്ക് ഇയർ ടു ഇയർ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് കാണാൻ സാധിക്കും. 2023 ഫിനാൻഷ്യൽ ഇയറിൽ 2,837 കോടിയായിരുന്നു. അത് 2024 ആയപ്പോഴത്തേനും 3,758 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2025-ലോ 4,977 കോടിയായിട്ടാണ് നിൽക്കുന്നത്. കമ്പനിയുടെ എബിറ്റ് നോക്കുവാണെങ്കിൽ 2023-ൽ 2,072 കോടിയായിരുന്നു. അത് 2024 ആയപ്പോഴത്തേനും 2,780 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2025-ലോ 3,636 കോടിയാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ 2023-ൽ 1,515 കോടിയായിരുന്നു. ഇത് 2024 ആയപ്പോഴത്തേനും 2,049 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2025-ലോ 2,650 കോടിയാണ്. കമ്പനിയുടെ അസറ്റ് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഗ്രോത്ത് കാണാൻ സാധിക്കും. 2023-ൽ 2,804 കോടിയായിരുന്നു. അത് 2024 ആയപ്പോഴത്തേനും 3,554 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2025-ൽ 4,383 കോടിയാണ്. കമ്പനിയെ നമുക്ക് സെയിം സെക്ടർ ആയിട്ടും അതുപോലെ തന്നെ സെക്ടർ ലാവറേജ് ആയിട്ടും അതുപോലെ സെക്ടറിലെ ഓരോ കമ്പനികളുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പനിയുടെ റവന്യൂ നോക്കുവാണെങ്കിൽ 4,977 കോടിയാണ്. സെക്ടറിന്റെ ആവറേജ് എത്രയാണ്? 768 കോടിയാണ്. HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡിന്റെയോ 4,029 കോടിയാണ്. നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെയോ 2,265 കോടിയാണ്. ആദിത്യ ബിർള സൺ ലൈഫ് AMC ലിമിറ്റഡിന്റെയോ 1,842 കോടിയാണ്. നമ്മൾ സെക്ടർ ആവറേജ് നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് റവന്യൂ സെക്ടർ ആവറേജിനേക്കാൾ നല്ല രീതിയിൽ കൂടുതലാണ്. അതുപോലെ ഈ 3 കമ്പനിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും കമ്പനിക്കാണ് കൂടുതൽ റവന്യൂ. 3 വർഷത്തെ CAGR ഗ്രോത്ത് നോക്കുവാണെങ്കിലോ കമ്പനിക്ക് വരുന്നത് 32.45%. സെക്ടറിന്റെ ആവറേജ് എത്രയാണ് വരുന്നത്? 0.06% ആണ്. കമ്പനിയുടെ CAGR ഗ്രോത്ത് 3 വർഷത്തെ എന്ന് പറഞ്ഞാൽ സെക്ടർ ബേസ് നോക്കുമ്പോൾ നല്ല രീതിയിൽ കൂടുതലാണ്. അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ 2,650 കോടിയാണ്. സെക്ടറിന്റെ ആവറേജ് എത്രയാണ് വേണ്ടേ? 422 കോടിയാണ്. HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡിന്റെയോ 2,460 കോടിയാണ്. നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റിന്റെയോ 1,285 കോടിയാണ്. ആദിത്യ ബിർള സൺ ലൈഫ് AMC ലിമിറ്റഡിന്റെയോ 930 കോടിയാണ്. സെക്ടർ ആവറേജ് നോക്കുവാണെങ്കിൽ കമ്പനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കൂടുതലാണ്. അതുപോലെ 3 കമ്പനിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും കമ്പനിക്ക് നല്ല രീതിയിൽ പാർട്ടി നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കണ്ടായിരുന്നു ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള സെക്കൻഡ് AMC ആണ് ഈ കമ്പനി എന്ന്. അതുപോലെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുവാണെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്?
1,07,006 കോടിയാണ്. സെക്ടറിന്റെ ആവറേജ് എത്രയാണ് വരുന്നത്? 26,425 കോടിയാണ്. HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡിന്റെയോ 1,09,599 കോടിയാണ് വരുന്നത്. നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെയോ 52,150 കോടിയാണ് വരുന്നത്. ആദിത്യ ബിർള സൺ ലൈഫ് AMC ലിമിറ്റഡിന്റെയോ 21,158 കോടിയാണ് വരുന്നത്. സെക്ടർ ആവറേജ് നോക്കുമ്പോൾ സെക്ടർ ആവറേജിനേക്കാൾ നല്ല രീതിയിൽ കൂടുതലുണ്ട് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്. അതുപോലെ തന്നെ ഈ 3 കമ്പനിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും കമ്പനിയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ പി റേഷ്യോ നോക്കുവാണെങ്കിൽ കമ്പനിയുടെ പി റേഷ്യോ വരുന്നത് 40 സെക്ടർ ആവറേജ് എത്രയാണ് വരുന്നത്? 27 HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡിന്റെയോ 39 വരുന്നത്. നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റിന്റെയോ 39 വരുന്നത്. ആദിത്യ ബിർള സൺ ലൈഫ് AMC ലിമിറ്റഡിന്റെയോ 21 വരുന്നത്. നമുക്ക് പി റേഷ്യോ നോക്കുവാണെങ്കിൽ മനസ്സിലാക്കും കമ്പനിയുടെ ഷെയർ ഓവർ വാല്യൂഡ് ആണ്. കമ്പനിയുടെ സ്ട്രെങ്ത് നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു AMC ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി 2023 തൊട്ട് 2025 വരെയുള്ള CAGR ഗ്രോത്ത് നോക്കുവാണെങ്കിൽ ഇൻഡസ്ട്രി ഗ്രോത്തിനേക്കാളും കൂടുതലാണ് കമ്പനിയുടെ ഗ്രോത്ത് വരുന്നത്. ഇൻഡസ്ട്രി ഗ്രോത്ത് വരുന്നത് 36.2%, കമ്പനിയുടെ ഗ്രോത്ത് വരുന്നത് 40%. കമ്പനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ആണ്. മ്യൂച്വൽ ഫണ്ടിൽ തന്നെയാണ് 143 സ്കീമുകളാണുള്ളത്. അതുപോലെ ഇക്വിറ്റിയില്, ഡെപ്റ്റില്, ഹൈബ്രിഡ്, ETFs, ആർബിട്രേജ്, ലിക്വിഡ് ഫണ്ട്, PMS ആൻഡ് AIFs. കമ്പനിക്ക് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. 2025 സെപ്റ്റംബർ 30 വരെയുള്ള കണക്കനുസരിച്ച് നോക്കുമ്പോഴത്തേനും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത ഇൻവെസ്റ്റേഴ്സ് ഉള്ള കമ്പനിയാണ് ICICI Prudential. കമ്പനിക്ക് 23 സ്റ്റേറ്റുകളിലായിട്ട് 272 ഓഫീസുകളും 1,10,719 മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സും 213 നാഷണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ICICI ബാങ്കുകൾ ഉൾപ്പെടെ 67 ബാങ്കുകളും ചേർന്നിട്ടുള്ള 7,246 ബ്രാഞ്ചസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വലിയൊരു ഓമിനി ചാനൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ് കമ്പനിക്കുള്ളത്. ഈ വീഡിയോ ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്.